വലിയ സിനിമാ നടിയായ ഷീല അമ്മയുടെ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ഇതെല്ലാം ചേർന്ന് വളരെ നല്ലൊരു കൺവെൻഷൻ നടത്താനായിട്ട് അതിന് മുൻപ് നിന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ അഭിപ്രായം. 2018 മുതൽ 2025 വരെ ഈ സംഘടന നടന്നു 7 പ്രാവശ്യം 7 കോടതികളിലായിട്ട്. ഫൊക്കാനയിൽ പിന്നെ 100 സംഘടനകളുണ്ട്, 110ഓളം സംഘടനകളുണ്ട്, USA ആൻഡ് കാനഡ കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ഇപ്പൊ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക? ഞങ്ങളുടെ ടീമിന്റെ പേരിന് ടീം ഇന്റഗ്രിറ്റി എന്നാണ്. വളരെയധികം ഇന്റഗ്രിറ്റി ഉള്ള ഒരു കൂട്ടം യുവാക്കളും യുവതികളും ഉൾപ്പെടുന്ന ഒരു നല്ല ഒരു ടീമാണ് ഞങ്ങൾ ഫോം ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് തലമുറകളെ ബന്ധിപ്പിക്കുക, സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുക, മലയാളി സ്വത്വം ഉയർത്തുക, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മലയാളി പശ്ചാത്തലമുള്ള 100 വ്യക്തികളെ നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത 2 കൊല്ലത്തിനകം ആദരിക്കും. രണ്ടാമത് നമ്മൾ മലയാളി കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. മൂന്നാമത് ഡിജിറ്റൽ ഫൊക്കാന പ്ലാറ്റ്ഫോം ചെയ്യുന്ന നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 7 പില്ലേഴ്സിൽ 7 തത്വങ്ങൾ അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വളരെ മനോഹരമാണ്, പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് ആവശ്യമാണ്. നമ്മുടെ ലോക കേരള സഭയിൽ പോയിട്ട് മലയാളത്തിൽ പോയി AI എന്താണെന്നും AIയുടെ നേട്ടങ്ങൾ എന്താണെന്നും കോട്ടങ്ങൾ എന്താണെന്നും പറഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ മത്സരിക്കും. എനിക്ക് തോന്നുന്നു സാമ്പത്തികം എന്ന് പറയുന്ന നല്ല കാര്യത്തിൽ നമ്മൾ അമേരിക്കയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് സാമ്പത്തിക ഒരു തടസ്സം ആവർത്തിക്കേണ്ടു. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന മാതിരി നമ്മൾ കണിശമായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ്. പ്രവാസിയാണോ? നാട്ടിലെ കാര്യങ്ങളോട് പ്രയാസപ്പെടുന്നുണ്ടോ? വിഷമിക്കേണ്ട. ഒരു പ്രവാസിയുടെ നാട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സാംസി ചെയ്തു തരും. കാർ റെന്റൽ, ഡ്രൈവർ അസിസ്റ്റൻസ്, എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, എയർ ടിക്കറ്റിംഗ്, വിസ അസിസ്റ്റൻസ്, നോട്ടറി അറ്റസ്റ്റേഷൻ, ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് ആപ്ലിക്കേഷൻ, ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ, property tax payment, basic land tax payment, property fencing, property documents clearing, birth and death certificate registration, money transferring, അങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം. നിങ്ങളുടെ ആവശ്യം അതെന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയറിൽ വിളിക്കുക. samsi360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ. നമസ്കാരം, ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ ഡയറക്ട് ഡയലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ് മിസ്റ്റർ പീലിപ്പോസ് ഫിലിപ്പാണ്. പീലിപ്പോസ് ഫിലിപ്പ് ഫൊക്കാനയുടെ വിവിധ പൊസിഷനിൽ പ്രവർത്തിച്ച് ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, ജനറൽ സെക്രട്ടറി തുടങ്ങി വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ച് നേതൃത്വ പരിചയമുള്ള ഒരാളാണ്. ഫൊക്കാനയിൽ ഇപ്പോൾ ഈ ഓഗസ്റ്റ് 7-ാം തീയതി വലിയൊരു ഇലക്ഷൻ നടക്കുകയാണല്ലോ. കാരണം ഫൊക്കാനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായിട്ട് ഇതിനെ മാറ്റണമെന്നാണ് പുതിയ പ്രസിഡന്റ് പറയുന്നത്. അപ്പം വളരെയധികം പരിപാടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ശക്തരായ 2 ടീമുകളുടെ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അപ്പം പീലിപ്പോസ് ഫിലിപ്പ്, നിങ്ങൾ നാട്ടിൽ TK എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അമേരിക്കയിൽ വന്ന് പോളിടെക്നിക് യൂണിവേഴ്സിറ്റി ബ്രൂക്ലിൻ അവിടുന്ന് മാസ്റ്റേഴ്സ് എടുത്തു. പിന്നെ സഭയുടെ നേതൃത്വത്തിലും പല സംഘടനകളെയും സാംസ്കാരിക മേഖലയിലുള്ള പല സംഘടനകളെയും തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൊക്കാനയിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള, കാരണം നമ്മളൊക്കെ അമേരിക്കയിൽ വരുമ്പോൾ ഫൊക്കാനയുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന മുഖങ്ങളിൽ ഒരാളാണ്. അപ്പൊ ഇത്ര ശക്തമായ ഒരു മത്സരത്തില് ഈ വർഷം നിങ്ങൾ ഈ മത്സരത്തിന്റെ മുന്നിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? താങ്ക് യു സോ മച്ച്. ഗ്ലോബൽ കണക്റ്റില് ഇതിനകത്ത് ഇന്നത്തെ ഇന്റർവ്യൂ എടുത്തതിൽ വളരെ സന്തോഷം. ജിൻസ്മോനോടും 2 പേരോടുള്ള സന്തോഷം അറിയിക്കുകയാണ് ആദ്യമേ തന്നെ. മത്സരത്തിൽ വരാൻ ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 1989 ഞാൻ അമേരിക്കയിൽ വരുന്നത്. അത് കഴിഞ്ഞ് 90 ഞാൻ മലയാളി സമാജത്തിൽ ഇവിടുത്തെ അംഗമായി. നമ്മുടെ ലോക്കലായിട്ടുള്ള ഹഡ്സൺ വാലി മലയാളി അസോസിയേഷൻ, അവിടെയാണ് ഞാൻ തുടക്കം. അതിങ്ങനെ ഞാനൊരു ദിവസം ഒരു മീറ്റിങ്ങിന് പോകണമെങ്കിൽ ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ഉടനെ എന്തോ കണ്ടിട്ട് ആൾ പറഞ്ഞു ഇവൻ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ആദ്യമേ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. അത് നല്ലൊരു തുടക്കമായിരുന്നു, എനിക്ക് തോന്നുന്നു നല്ലൊരു സ്റ്റെപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫൊക്കാനയിൽ ആക്റ്റീവ് ആവുന്നത് 1992 നമ്മുടെ വാഷിംഗ്ടൺ കൺവെൻഷൻ മുതലാണ്. അപ്പോൾ 1992 വാഷിംഗ്ടൺ കൺവെൻഷനിൽ അന്ന് ജോലി കിട്ടി അങ്ങോട്ട് തുടങ്ങിയ സമയത്ത് തന്നെ ആദ്യത്തെ കൺവെൻഷനകത്ത് രജിസ്റ്റർ ചെയ്ത് പോകാൻ സാധിച്ചു. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് ഡോക്ടർ പാർസാരഥിപ്പിള്ള ആയിരുന്നു പിന്നെ നമ്മുടെ ഫൊക്കാനയുടെ പ്രസിഡന്റ്. വളരെ വലിയൊരു കൺവെൻഷനായിരുന്നു. യേശുദാസും അങ്ങനെ വളരെ പ്രമുഖമായ വ്യക്തികളൊക്കെ പങ്കെടുത്ത ഒരു കൺവെൻഷൻ വാഷിംഗ്ടണിൽ വെച്ച് നടത്താനായിട്ട് പാർസാരഥിപ്പിള്ളയ്ക്ക് കഴിഞ്ഞു. അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1992 കൺവെൻഷനിലാണ് നമ്മളെല്ലാവരും വളരെയധികം അഭിമാനപൂർവ്വം നടത്തിക്കൊണ്ടു പോകുന്ന ഭാഷയ്ക്ക് $1 പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും 1992. അപ്പോൾ അതിന് കാണാനും അതിനകത്ത് വകവാക്കാനും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൗതുകവും ആകാംക്ഷ ഉണ്ടാക്കി. കാരണം ഇത്രയും നല്ലൊരു മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരു സംഘടന, മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന കാണുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ അന്ന് കൂടിയിരുന്ന ആളുകളുടെ ജനസമൂഹം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. വളരെയധികം മലയാളി സമൂഹത്തെ കരുതുന്ന വ്യക്തികളാണ്. ഡോക്ടർ അനിരുദ്ധൻ നമുക്കെല്ലാം അറിയാം, സ്ഥാപക പ്രസിഡന്റ്,
പാറസാരഥിപ്പിള്ള, സണ്ണി വൈക്ലിഫ്, ഇങ്ങനെയുള്ള അനേക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ വെച്ചിട്ട് സണ്ണി വൈക്ലിഫും മറ്റുള്ള പിന്നെ ആളുകളെല്ലാം ചേർന്നുകൊണ്ട് അന്ന് നമുക്ക് $1 ആ കുടവൊക്കം തലയിൽ വെച്ചുകൊണ്ട് എല്ലാ ആളുകളുടെ അടുത്തും പോയി ഓരോ ഡോളർ വെച്ച് പിരിച്ചിട്ട് മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന എല്ലാവരും $1 വെച്ച് കൊടുത്തെന്ന് പറഞ്ഞിരുന്ന അന്നത്തെ ആഹ്വാനം എൻ്റെ മനസ്സിൽ നിന്നും ചെവിയിൽ മുഴങ്ങിയാണ്. അപ്പോൾ അത് വളരെ വിജയമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം 92 മുതൽ ഇന്ന് 2026 വരെയും നമ്മൾ $1 പദ്ധതി വളരെ ഭംഗിയായിട്ട് കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല നമ്മുടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ട് നടത്തി കേരളത്തിലെ PhD ഏറ്റവും നല്ല PhD പ്രബന്ധത്തിനുള്ള അവാർഡ് കൊടുത്ത് ഭംഗിയായിട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ തുടക്കം അതാണ്. അത് കഴിഞ്ഞുള്ള എല്ലാ കൺവെൻഷനിലും 2-3 കൺവെൻഷൻ ഒഴിച്ച് ബാക്കി എല്ലാ കൺവെൻഷനിലും പങ്കെടുക്കുകയും ഫൊക്കാനയുടെ എല്ലാ രംഗങ്ങളിലും ഫൊക്കാന മാത്രമല്ല മലയാളി സമാജം മുതൽ ഫൊക്കാനയുടെ എല്ലാ രംഗങ്ങളിലും ആത്മാർത്ഥമായിട്ട് വളരെ നിസ്വാർത്ഥമായിട്ടെന്ന് ഞാൻ പറയുന്നതിന് സംശയമില്ല. കാരണം 34 കൊല്ലമായി ഞാൻ ഫൊക്കാനയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. 34 കൊല്ലത്തിന് ശേഷം ഒരിക്കലും പ്രസിഡന്റ് ആവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല മുൻപ് ഒരിക്കലും. അപ്പോൾ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ എടുത്തു പോകുന്നു, വർക്ക് ചെയ്യുന്നുള്ളതല്ലാതെ അതിൽ ഏറ്റവും എനിക്ക് അഭിമാനമായിട്ട് തോന്നുന്നത് 2016-18 നമ്മുടെ ഫിലാഡൽഫിയ നടന്ന കൺവെൻഷനിൽ ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. തമ്പിച്ചാക്കോ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രസിഡന്റ്. അന്നത്തെ കൺവെൻഷനകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനും അന്നത്തെ നമ്മുടെ ഫിലാഡൽഫിയ കൺവെൻഷനകത്ത് നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയന്, അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അന്നത്തെ ആരോഗ്യമന്ത്രി നമ്മുടെ ശ്രീമതി ശൈലജ ടീച്ചർ, അതുകൂടാതെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങനെ വളരെയധികം പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുകൊണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ നാടെന്ന കേരളത്തിലെ എല്ലാവരും ഇന്ത്യയിൽ അഭിമാനിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ സിനിമാ നടിയായ ഷീല അമ്മയുടെ ട്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ഇതെല്ലാം ചേർന്ന് വളരെ നല്ലൊരു കൺവെൻഷൻ നടത്താനായിട്ട് അതിന് മുൻപ് നിന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെ എൻ്റെ അഭിമാനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2016 കഴിഞ്ഞു. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഫൊക്കാനയുടെ കൺവെൻഷനും ഫൊക്കാന ഇങ്ങനെ ഭംഗിയായിട്ട് പോകുന്ന സമയത്താണ് 2018 ഫൊക്കാനയിൽ ഒരു ദുർഭൂതം ബാധിച്ചു. ദുർഭൂതം ഞാൻ പറയാൻ കാര്യം മറ്റൊന്നുമല്ല, അന്ന് മുതലാണ് കാര്യമായിട്ടുള്ള 2006 നമുക്കറിയാം നമ്മുടെ ഒർലാൻഡോ വെച്ച് ഫൊക്കാനെ ഫോമിൽ പെടുന്ന ആ സാഹചര്യത്തിന് ശേഷം വളരെ ഭംഗിയായിട്ട് 2018 വരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2018 കഴിഞ്ഞപ്പോൾ മാധവൻ നായർ പ്രസിഡന്റ് ആയ സമയത്താണ് എനിക്കിപ്പോൾ എതിരായിട്ട് നിൽക്കുന്നതിൻ്റെ സ്ഥാനാർത്ഥി ലീലാമാരിട്ട് പറഞ്ഞ സ്ഥാനാർത്ഥി അന്ന് കൊണ്ടുവന്നിട്ട് കേസ് കൊടുക്കുന്നു. ഈ കേസ് കൊടുക്കുന്നതിന് യാതൊരു കാരണമില്ലാതെ കാരണമൊന്നും അവർ പക്ഷേ ന്യായം പറയും, പക്ഷേ ഒരു കാരണമില്ലാതെ ഇലക്ഷൻ തോറ്റതിന് ശേഷം കൊണ്ട് കേസ് കൊടുക്കുന്നു. അതിനകത്ത് സെക്രട്ടറി ആയിരുന്നു എന്നെ ഞാനത് പ്രതിയാക്കി. കാരണം എനിക്ക് യാതൊരു കാരണവുമില്ല അതിനകത്ത്. പ്രസിഡന്റിനെ ഒഴിവാക്കി എന്താണെന്ന് അതും അറിയാത്തൊരു കാരണമാണ് ഇപ്പോഴും. എനിവേ അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് 2018 തുടങ്ങിയ ലിറ്റിഗേഷൻ അതിന് കൊടുത്തത് ഈ പറയുന്ന എനിക്കെതിരായിട്ടിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. എനിക്ക് അതിനകത്ത് പറയുന്നതിന് യാതൊരു മടിയില്ല. അത് കഴിഞ്ഞ് 2018 ശേഷം ആ കേസ് നടന്നു. അതിനുശേഷം 2020 വീണ്ടും ജോർജ് വർഗീസ് പ്രസിഡന്റ് ആവുന്നു. ആ സമയത്ത് വീണ്ടും കേസ് വരുന്നു. അതിനുശേഷം ഇങ്ങനെ ഓരോ സമയത്തും ഇങ്ങനെ ആ കേസ് എന്ന് പറയുന്നത് 2-3 കേസിന് ശേഷം അതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീൽ ഇങ്ങനെ എല്ലാം കൂടെ 7 കേസുകളോളം 2018 മുതൽ 2025 വരെ ഈ സംഘടന നടന്നു. 7 പ്രാവശ്യം 7 കോടതികളിലായിട്ട് ഈ കേസിനെല്ലാം തന്നെ അതിന് ലീഗൽ കോർഡിനേറ്ററായിട്ട് അഭിമാനത്തോടുകൂടി വർക്ക് ചെയ്യുകയും സമയങ്ങളും ദിവസങ്ങളും എടുത്തുകൊണ്ട് ധാരാളം അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങളും ചെയ്തുകൊണ്ട് അതിൻ്റെ ലീഗൽ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ വളരെ ഭംഗിയായിട്ട് ആ കേസെല്ലാം തന്നെ വിജയിപ്പിക്കുവാനും ഫൊക്കാനയുടെ അസ്തിത്വവും ഫൊക്കാനയുടെ പേര് നിലനിർത്തുവാനായിട്ടും സാധിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അഭിമാനം തോന്നുക ഫൊക്കാന ചെയ്യാൻ ഇത്രയും സാധിച്ചുള്ളൂ എന്നുള്ളത്. അപ്പം പല ആൾക്കാർക്കും പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷറർ എല്ലാവരുടെയും ഹെൽപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ കംപ്ലീറ്റ് കോർഡിനേഷൻ നടത്തിക്കൊണ്ട് 7 കേസ് ഇവിടെ നിന്ന് നമ്മുടെ വാഷിംഗ്ടൺ കഴിഞ്ഞ ഫൊക്കാനയുടെ ഡോക്ടർ ബാബു ഷെഫിന്റെ നേതൃത്വത്തിൽ വളരെ നല്ല ഒരു കോൺഫറൻസ് ആണ് വാഷിംഗ്ടൺ DC വെച്ച് നടന്നത്. അപ്പൊ ആ ഒരു കോൺഫറൻസിൽ തങ്ങൾ ഇതിന്റെ ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനായിരുന്നു അല്ലെ, ഇലക്ഷൻ കമ്മീഷൻ. അപ്പൊ അന്ന് 3 പേര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരരംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ആ മത്സരത്തിന് ശേഷം ആ ഫൊക്കാനയുടെ കോൺഫറൻസിന് ശേഷം ഫൊക്കാനയിൽ പിളർപ്പുണ്ടായി. അപ്പൊ 1-2 ഫൊക്കാനയുടെ അതിനുശേഷമുള്ള പല സംഘടനകളായിട്ട് പ്രവർത്തനവും അതിന് പല ന്യൂസുകളൊക്കെ പുറത്തു വരികയും ചെയ്തു. ആ സംഘടനയുമായിട്ട് നിങ്ങളിപ്പോ ഈ ഏതെങ്കിലും കാലഘട്ടത്തിൽ താങ്കൾ ഈ ഒരു പിളർപ്പിന്റെ ഭാഗമായിട്ടോ അതിൽ ഏതെങ്കിലും ഒരു പക്ഷത്തോ ഉണ്ടായിരുന്നോ? ഇല്ല. അതെ. അപ്പൊ ഞാൻ എൻ്റെ പറഞ്ഞു വന്നതിൻ്റെ ആശ്രയ ഭാഗം അത് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 2024 നമ്മുടെ വാഷിംഗ്ടൺ കൺവെൻഷന് ശേഷം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ 8 കൊല്ലത്തിനകം കേസ് നടക്കാതിരുന്ന വർഷം എന്ന് പറയുന്നത്. അത് കാരണം വളരെ സുതാര്യമായ ഇലക്ഷനാണ് അന്ന് നടത്തിയത്. ഇലക്ഷൻ കമ്മീഷൻ ബഹുമാനപ്പെട്ട ജിൻസ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ അന്നത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഏജൻസി വാഷിംഗ്ടണിലുള്ള ഒരു വലിയൊരു ഇലക്ഷൻ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട് അവരാണ് ഇലക്ഷൻ നടത്തിയത്. അതിന് മുന്നിൽ അപ്പം നമ്മൾ കംപ്ലീറ്റ് വരുന്ന കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് എല്ലാം 15 ദിവസം മുന്നേ കൊടുത്ത് അവർ അതിന്റെ ഓരോ വ്യക്തികൾക്കും ഓരോ ബാർകോഡ് ഉണ്ടാക്കി വളരെ സുതാര്യമായ നാളത്തെ ഇലക്ഷൻ നടത്തുകയും ആ ഇലക്ഷന് ഒരു കംപ്ലൈന്റ് ആർക്കും പറയാനില്ലായിരുന്നു. ആ ഇലക്ഷൻ നടത്തി അരമണിക്കൂറിനകം തന്നെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് ബോർഡിൽ എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെ കാണിക്കാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം കേസ് നടത്താൻ യാതൊരു വഴുതും ഉണ്ടായില്ല, നടന്നു. പക്ഷേ ആ ഇലക്ഷനിൽ 3 കാൻഡിഡേറ്റ്സ് 3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന്
നമുക്കറിയാവുന്ന പോലെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ 3 ഗ്രൂപ്പുകൾ ഇലക്ഷൻ തോറ്റതിന് ശേഷം തോറ്റ കക്ഷി അവിടെ നിന്നുകൊണ്ട് ഒരാൾ പിന്നെ കേസ് കൊടുക്കാനൊക്കെ ആലോചിച്ചു. കേസ് കൊടുക്കുന്നൊക്കെ ഭീഷണിപ്പെടുത്തിയെങ്കിലും ആരും കേസ് കൊടുത്തില്ല. കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കേസ് കൊടുത്താൽ ജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഒന്നും നമ്മൾ ഭാഗമാകാൻ പോയിട്ടില്ല. ഞാൻ അന്ന് ഔദ്യോഗികമായിട്ട് ജയിച്ച പാനലിൻ്റെ കൂടെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിന്നുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും കൈത്താങ്ങിയായിട്ട് മുന്നോട്ട് പോകുന്നു. അന്നേരവും മാറി നിന്ന ആളുകളെ തോറ്റവരെ ഉൾപ്പെടുത്താൻ നമ്മൾ റെഡിയായിരുന്നു. അതിനകത്ത് ഒരാളാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി തന്നെ. തോറ്റ സ്ഥാനാർത്ഥിയാണ് തന്നെ അന്നത്തെ ഈ നമ്മുടെ ജയിച്ച സ്ഥാനാർത്ഥിയോട് തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞു, നമ്മളെല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞനുസരിച്ചാണ് തോറ്റ ഒരു സ്ഥാനാർത്ഥി നമ്മളോട് വന്നു. മറ്റേ സ്ഥാനാർത്ഥി എന്തുകൊണ്ടോ വേറെ സംഘടന ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ അവരുടെ നിർഭാഗ്യം കൊണ്ടെന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ ഫൊക്കാനയുടെ എന്താ പറയുന്നത് കഴിവ് ഇതുകൊണ്ടാണെന്ന് പറയാം, ഫൊക്കാനയുടെ എന്ന് പറഞ്ഞാൽ പ്രവർത്തന മികവ് കൊണ്ടാണെന്ന് പറയാം. ഒരാളും ഫൊക്കാനയുടെ ഒരു അസോസിയേഷനും ഫൊക്കാനെ വിട്ടുപോയില്ല. ഫൊക്കാനയ്ക്ക് അന്നുണ്ടായിരുന്നത് അന്ന് ഇലക്ഷൻ ഞാൻ നടത്തുന്ന സമയത്ത്, ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സമയത്ത് അന്ന് ഫൊക്കാന 74 സംഘടനകളായിരുന്നു ഉണ്ടായിരുന്നത്. 74 സംഘടനകൾ 70 സംഘടനകൾ അന്ന് വോട്ടിന് പങ്കെടുത്തവരാണ്. ആ 70 സംഘടനക്കകത്ത് ഒരു സംഘടന പോലും ഇവരുടെ കൂടെ ആരും പോയില്ല. അവർ വേറൊരു സംഘടന ഫൊക്കാന ഇന്റർനാഷണൽ എന്നോ എങ്ങാണ്ട് പറഞ്ഞ് തുടങ്ങാൻ തുടങ്ങി. പക്ഷേ ആ ഫൊക്കാന ഇന്റർനാഷണൽ തുടങ്ങാൻ പോയിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ട്രേഡ് മാർക്ക് ഓഫീസ് ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഇപ്പം നമ്മൾ ഔദ്യോഗിക സംഘടന എന്ന് പറയുന്നത് നിങ്ങളിപ്പോ ഈ മത്സരിക്കുന്ന, കാരണം അതിന്റെ അകത്ത് എതിരഭിപ്രായമുള്ള ആൾക്കാർ നിങ്ങൾക്കെതിരെ മത്സരിക്കുന്ന ഒരു ടീമാണല്ലോ, 2 ടീമാണല്ലോ. അപ്പൊ നിങ്ങളുടെ ടീം ഇന്റഗ്രിറ്റി അതിനെ ലീഡ് ചെയ്യുന്നത് ഫിലിപ്പോസ് ഫിലിപ്പ്. അപ്പം അത് ഔദ്യോഗിക ഒരു ഫൊക്കാനയുടെ. പക്ഷേ ഫൊക്കാനയുടെ ഈ ലോഗോയും കാര്യങ്ങളും ഒരു പുതിയ കോർപ്പറേഷനിലേക്ക് ഈ സംഘടന വരാനുള്ള ഒരു കാരണം എന്താണ്? പുതിയ ലോഗോ വന്നില്ല. ലോഗോ മാറ്റുന്നത് ഒരു വളരെ ദിവസമായിട്ട് നമ്മൾ ഫൊക്കാനയ്ക്ക് രണ്ടാണ്. ഫൊക്കാനയുടെ പേരും നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യണമെന്നുള്ളത് ഫൊക്കാനയുടെ കമ്മിറ്റി തീരുമാനിച്ചു. കാരണം ഫൊക്കാനയ്ക്ക് എപ്പോഴും കേസ് പോകുന്നുണ്ട്, ആരും കയറി ഫെഡറേഷൻ ഉപയോഗിക്കും, ഫൊക്കാന എന്ന് ഉപയോഗിക്കും എന്നുള്ള ഒരു രീതി വന്നു. ആ രീതി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് ഒരു ഈ 4 കൊല്ലത്തിന് മുന്നിൽ നമ്മൾ തീരുമാനിച്ചു ഫൊക്കാന നമ്മുടെ പേര് ട്രേഡ് മാർക്ക് ചെയ്യണം. ട്രേഡ് മാർക്ക് USPTO-യിൽ അതും ഞാനാണ് മുഴുവൻ ചെയ്തത്. അതിന് ചുമതലപ്പെടുത്തി കഴിഞ്ഞ് USPTO-യിൽ ട്രേഡ് മാർക്ക് നടത്താനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഫൊക്കാനയുടെ പേര് ട്രേഡ് മാർക്ക് ചെയ്യാൻ കൊടുത്തു, ലോഗോയും ട്രേഡ് മാർക്കിന് കൊടുത്തു. പക്ഷേ ഇതിന് മുന്നേ തന്നെ കുബുദ്ധികളായ ചില ആൾക്കാരുണ്ട്. അവരുടെ പേര് ഞാൻ പറയാൻ പാടില്ല ഈ പരസ്യമായ സ്റ്റേജിൽ നിന്നുണ്ട്. അപ്പോൾ കുബുദ്ധികളായ 2 ആൾക്കാർ, ഒന്ന് ഫിലാഡൽഫിയയിൽ, ഒന്ന് നമ്മുടെ റോക്ക്ലാൻഡ് കൗണ്ടിയിലുള്ള 2 വ്യക്തികൾ അതിന് മുന്നേ തന്നെ ഫൊക്കാനയുടെ പേര് അപഹരിക്കാൻ വേണ്ടി ശ്രമം നടത്തി. ആ ശ്രമം നടത്തി എന്ന് പറയുന്നതിന് കാരണം, ഇപ്പോൾ അതിൻ്റെ ചരിത്രങ്ങൾ ഇച്ചിരി പറയുകയാണെങ്കിൽ 1 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കഴിയാം. ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ക്വീൻസ് രജിസ്റ്റർ എന്നൊരു സംഘടന നമ്മുടെ ന്യൂയോർക്കിലെ ഇൻകോർപ്പറേഷനകത്ത് കിടപ്പുണ്ട്. അവർ പൈസ ഒന്നും അടയ്ക്കുന്നില്ല, ഒരു ടാക്സ് ഫയലിംഗ് ഒന്നും ഇല്ലാത്തൊരു സംഘടന. അതുപോലെ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ആ പേര് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് ഫൊക്കാനയുടെ എക്സ്പാൻഷനാണ്. അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം 2006 ഇലക്ഷന് ശേഷം 2008 പിന്നെ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് തന്നെ നമ്മൾ ഫൊക്കാന എന്ന പേരിൽ നമ്മുടെ മേരിലാൻഡിൽ സംഘടന രജിസ്റ്റർ ചെയ്യുന്നു. സംഘടന രജിസ്റ്റർ ചെയ്യുന്നത് പല കാരണങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കേസുകൾ നടക്കുന്നുണ്ട്, സംഘടന പിളർന്നു കഴിഞ്ഞിട്ട് സംഘടനയുടെ ലയബിലിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, പല കാര്യങ്ങളും കൺവെൻഷൻ നടത്താനായിട്ട് മുന്നോട്ട് പോകണം, പല കാര്യങ്ങളുള്ളതുകൊണ്ട് അന്ന് ഫൊക്കാന എന്നുള്ള പേര് നമ്മൾ അവിടെ സംഘടന രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ നമ്മൾ സ്റ്റിൽ ഫൊക്കാന ബ്രാക്കറ്റിൽ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് നോർത്ത് അമേരിക്ക എന്നുള്ള പേരിൽ തന്നെയാണ് അന്നും ഇന്നും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് 3 പേര് ചേരുന്ന രജിസ്റ്റർ സംഘടനയായിരുന്നു. ആ രജിസ്റ്റർ സംഘടനകത്ത് അതിനകത്ത് ജോസ് എന്ന് പറയുന്നൊരു വ്യക്തി ഇല്ല, മരിച്ചുപോയി. അതിൻ്റെ തുടങ്ങിയിരുന്ന മറ്റൊരു ഞാൻ പേര് ഓർക്കുന്നില്ല, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരേ ഒരു അന്നത്തെ ട്രസ്റ്റി ബോർഡ് ഉണ്ടായിരുന്ന ഒരേ ഒരു മെമ്പർ അന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത് തോമസ് എന്ന് പറയാവുന്ന, നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ സ്റ്റാറ്റിനിലെ തോമസ് ആണ്. അപ്പം 3 ട്രസ്റ്റിമാരിൽ ഒരാൾ തോമസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ ട്രസ്റ്റിന്റെ അവകാശം ക്ലെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഫൊക്കാനെ ക്ലെയിം ചെയ്യണം. അപ്പം അങ്ങനെ ക്ലെയിം ചെയ്തിരിക്കുന്ന സമയത്താണ് ഇതിന് ഒരു ഭാഗത്ത് പറഞ്ഞു നമ്മുടെ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇവിടെ ഇതായിട്ട് കിടക്കുന്നു, അതുകൊണ്ട് നമ്മളാണ് അതിൻ്റെ ഒറിജിനൽ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ പോയിട്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ അകത്ത് കള്ള റെക്കോർഡ് കൊടുത്ത്, കള്ള റെക്കോർഡെന്ന് ഞാൻ പറയും വളരെ കള്ള റെക്കോർഡാണ് അത്. ഇന്നും ഞാനിപ്പം സാഹചര്യം കൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ. അതായത് ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ചെയർമാൻ ആയിരിക്കുമ്പോൾ ഞാൻ ലെറ്റർ കൊടുത്തിട്ട് ഔദ്യോഗികമായിട്ട് നമ്മുടെ CPI കാരനെ കൊണ്ട് ഇതിൻ്റെ കോൺടാക്ട് പേഴ്സൺ ഞാനാണെന്നുള്ള വ്യക്തമായ പേപ്പർ വർക്കുകൾ ഇവിടുത്തെ നമ്മുടെ ടൗണല്ല സ്റ്റേറ്റിൽ ഫയൽ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്തെ കോൺടാക്ട് പേഴ്സൺ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പോസ് ഫിലിപ്പാണ് അന്നത്തെ കോൺടാക്ട് പേഴ്സൺ. ഇപ്പോഴില്ല, ഇപ്പം മാറി. ഈ കോൺടാക്ട് പേഴ്സൺ ഞാൻ കിടക്കുമ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാർ പോയിട്ട് അവരുടെ ഇലക്ഷൻ നടന്നു എന്ന് ഫൊക്കാനയുടെ ബോർഡ് ഓഫ് ട്രസ്റ്റ് ഞങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളരേഖ കൊണ്ടുവന്നിട്ട് ഈ സ്റ്റേറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളാണ് ഇതിൻ്റെ അവകാശികൾ എന്ന് പറഞ്ഞു ട്രേഡ് മാർക്ക് ഓഫീസിൽ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അവരാണ് ഇതിൻ്റെ ആളെന്ന് പറയാനായിട്ട് ശ്രമം നടത്തി. അങ്ങനെയാണ് ലോഗോ അങ്ങനെ അവർ ശ്രമം നടത്തിയ സമയത്താണ് നമ്മൾ ലോഗോയ്ക്കും ഫൊക്കാനയുടെ പേരിനും, ഫെഡറേഷൻ എന്നുള്ള പേരിനല്ല ഫൊക്കാനയുടെ പേരിനും അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ട്രേഡ് മാർക്ക് ഓഫീസിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത് ആരാദ്യം ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അവരുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും ആദ്യം കൺസിഡറേഷൻ.
അപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നതിന് 3 മാസം മുന്നിൽ ഈ വ്യക്തികൾ ഈ പ്രതിലോമകാരികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ ശത്രുക്കൾ, ഫൊക്കാനയുടെ ശത്രുക്കൾ കൊണ്ടുവന്ന് കൊടുത്തതിൻ്റെ വെളിച്ചത്തിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കും ലോഗോയ്ക്ക് അവകാശമുണ്ട്, അവർക്കും അവകാശമുണ്ട്. അപ്പോൾ അവർ അപ്ലൈ ചെയ്തിട്ട് അവരുടെ ക്ലെയിം ആണെന്ന് പറഞ്ഞു ട്രേഡ് മാർക്കുകാർ അവർക്ക് കൊടുക്കുന്ന ഒബ്ജക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് വന്നു. അപ്പം നമ്മൾ താമസിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഫസ്റ്റ് ആണെന്നുണ്ട് അവരുടെ സമയത്താണ് നമ്മൾ അതിന് മുന്നേ തന്നെ ബോർഡ് തീരുമാനിച്ചായിരുന്നു നമ്മൾ ഇതിൻ്റെ കേസും വഴക്കുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും തീരത്തില്ല. അതുകൊണ്ട് നമുക്ക് പുതിയ ലോഗോ വേണം എന്ന് നമ്മൾ തീരുമാനിച്ച് പുതിയ ലോഗോയ്ക്ക് സജിമോൻ ആൻ്റെയുടെ നേതൃത്വത്തിൽ അതിന് ശ്രമം നടത്തിക്കൊണ്ട് പുതിയ ലോഗോ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പഴയ ലോഗോയുടെ വിഷയമില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ലോഗോയുടെ വിഷയം നമുക്ക് വിട്ടുകളയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം വിട്ടതിന് ശേഷമാണ് അപ്പം ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസിൻ്റെ പേരിനൊന്നും അതിനൊന്നും യാതൊരു തടസ്സങ്ങളുമില്ല. അങ്ങനെ അതിരിക്കുമ്പോഴാണ് പിന്നെ ഫൊക്കാനയുടെ പേരിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഫൊക്കാനയ്ക്ക് ഔദ്യോഗികമായിട്ട് ട്രേഡ് മാർക്കിൻ്റെ നെയിം കിട്ടി. ആ ട്രേഡ് മാർക്ക് എന്നുള്ള നെയിം കിട്ടിയതിന് ശേഷം ഫൊക്കാന എന്നുള്ള പേര് വേറെ ലോകത്ത് ആർക്കും തന്നെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ദാറ്റ്സ് എ ട്രേഡ് മാർക്ക് നെയിം. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇന്ന് വിട്ടുപോയ ആൾക്കാരായിട്ട് ഫൊക്കാന ഇന്റർനാഷണൽ യുണൈറ്റഡ് സ്റ്റേറ്റ് പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് USPTO നിന്നും ഓർഗനൈസ് അവിടുന്ന് നിങ്ങൾക്ക് ഓൾറെഡി ട്രേഡ് മാർക്ക് അപ്രൂവ് ചെയ്ത് കിട്ടി. അതെ. അപ്പോൾ അത് കിട്ടുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിന്ന് വിട്ടുപോയ ആൾക്കാർ ഫൊക്കാന ഇന്റർനാഷണൽ എന്നും പറഞ്ഞുകൊണ്ട് പേരുണ്ടാക്കാനായിട്ട് വീണ്ടും ശ്രമം നടത്തി. അങ്ങനെ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചു കാണും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രേഡ് മാർക്ക് ഓഫീസ് 3 പ്രാവശ്യമല്ല അവരുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് തന്നെ റിജക്ട് ചെയ്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഫൊക്കാനയുടെ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു പേര് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പേര് ഉപയോഗിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞ പേര് തള്ളിക്കളഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിൽ ഇനി നിങ്ങൾ ഇപ്പം മത്സരത്തിൽ നല്ലൊരു മത്സരമാണ് നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഏകദേശം ഈ പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കാത്തതും ഒക്കെ ആയിട്ട് 100 കണക്കിന് സംഘടനകളുണ്ട്. ഒരു 500-600 മലയാളി സംഘടനകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ നിന്നും എത്ര അംഗസംഘടനകളാണ് ഈ ഫെഡറേഷൻ ഓഫ് കേരളൈറ്റ്സ് ഇൻ നോർത്ത് അമേരിക്ക എന്ന സംഘടനയിലുള്ള ഈ ഫെഡറേഷൻ ഫൊക്കാനയിലുള്ളത്? ഫൊക്കാനയിൽ 100-ൽ സംഘടനകളുണ്ട്, 110ഓളം സംഘടനകളുണ്ട്. USA ആൻഡ് കാനഡ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതിനകത്ത് ഇപ്രാവശ്യം അസോസിയേഷൻ ഇലക്ഷൻ രജിസ്റ്റർ ചെയ്തേക്കുന്ന 80 സംഘടനകളേ ഉള്ളൂ. കാരണം സംഘടനകൾ $200 വെച്ച് കൊടുത്ത് അസോസിയേഷന്റെ റിന്യൂവൽ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ഇലക്ഷനിൽ പങ്കെടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് 80ഓളം സംഘടനകളാണെന്ന് തോന്നുന്നു രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 800 ഡെലിഗേറ്റ്സ് ആണ് ഇപ്രാവശ്യം ഇലക്ഷന് സംബന്ധിക്കാൻ പോകുന്നത്. അത്രയും പേരുടെ വോട്ടാണ് നമുക്ക്, അതിൽ ഭൂരിപക്ഷമാണ് നമുക്ക് വേണ്ടുന്നത് ജയിക്കാനായിട്ട്. ഇതാണ് വളരെ ശക്തമായ 2 പാനലുകളാണ് നിങ്ങളുടെ ടീം ഇന്റഗ്രിറ്റി, അതുപോലെ ഒരു പാനലുണ്ട്. അപ്പൊ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ഇപ്പൊ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക? നമ്മൾ സാധാരണ പറയും ഫൊക്കാനയും അതുപോലെ തന്നെ ഫോമയൊക്കെ ആണെങ്കിലും ഒരു മത്സരം കഴിഞ്ഞു, വലിയ ശക്തമായ ഒരു മത്സരം, ഒരു കോൺഫറൻസും കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ബേസിക്കലി നമ്മൾ അമേരിക്കൻ മലയാളികൾക്ക് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്നത് പോലെ നമുക്ക് നമ്മൾ ഇവിടുത്തെ സിറ്റിസൺ ആയിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ആയിട്ട് മെർജ് ചെയ്ത് വരുന്നത് കൊണ്ട് ആകെ 2-3 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങൾ. അപ്പൊ ഇതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടീമിലേക്ക്, അതായത് 2026-28 എന്ന ഒരു ടീമിലേക്ക് എന്തൊക്കെയാണ് നിങ്ങൾ നമ്മുടെ ഈ ഡെലിഗേറ്റ്സിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യം, അല്ലെ അമേരിക്കൻ മലയാളികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന കാര്യം? അതെ, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അതെ, ഞങ്ങളുടെ ടീമിന്റെ പേരിന് ടീം ഇന്റഗ്രിറ്റി എന്നാണ്. വളരെയധികം ഇന്റഗ്രിറ്റി ഉള്ള ഒരു കൂട്ടം യുവാക്കളും യുവതികളും ഉൾപ്പെടുന്ന ഒരു നല്ലൊരു ടീമാണ് ഞങ്ങൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചോദ്യത്തിന് ആദ്യമായിട്ട് തലമുറകളെ ബന്ധിപ്പിക്കുക, സമൂഹങ്ങളെ ശക്തിപ്പെടുത്തുക, മലയാളി സ്വത്വം ഉയർത്തുക. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതിനകത്ത് ടീം ഇന്റഗ്രിറ്റിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫൊക്കാനയിൽ ഐക്യവും സുതാര്യതയും അർത്ഥപൂർണ്ണമായ പുരോഗതിയും കൊണ്ടുവരാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരായ ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ളത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അമേരിക്കയിലുള്ള എല്ലാ സംഘടനയുമായിട്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ട്, സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട്, അതായത് ഒരിക്കൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ മറക്കലും ചോദിച്ചാൽ അത് മറക്കുകയല്ല, അവരെ നമ്മൾ വർഷത്തിൽ നമ്മുടെ മെയിൻ സംഘടന പ്രവർത്തിക്കുന്ന കാലത്തോളം തന്നെ അതുമായിട്ട് ചേർത്ത് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അവരെ മുൻപന്തി കൊണ്ടുവന്നു. അവരുടെ ആവശ്യങ്ങളിലും അവരുടെ എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കുക എന്നുള്ളതാണ് ദൗത്യം. അതായത് ഇന്റഗ്രേറ്റ് സേവനം, സമൂഹ ശക്തിവൽക്കരണം എന്നീ മൂല്യങ്ങൾ അധിഷ്ഠിതമാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള പില്ലേഴ്സ് ഓഫ് നമ്മുടെ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതുകൂടാതെ പ്രധാനമായിട്ട് നമ്മൾ ഇക്കൊല്ലം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്ന 2-3 കാര്യങ്ങൾ പറഞ്ഞാൽ, ഒന്ന് ഫൊക്കാന 100 ലീഡേഴ്സ് റെക്കഗ്നീഷൻ ഇനിഷ്യേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിലെ ബിസിനസ്, വിദ്യാഭ്യാസം, കല, സമൂഹം, സേവനം, പൊതു നേതൃത്വം തുടങ്ങിയ മേഖലകൾ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ 100 മലയാളി പശ്ചാത്തലമുള്ള 100 വ്യക്തികളെ നമ്മൾ കണ്ടുപിടിച്ച് അടുത്ത 2 വർഷത്തിനകം ആദരിക്കും. ഒന്ന്.
രണ്ടാമത് നമ്മൾ മലയാളി കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. മലയാളി കണക്ട് എന്ന് പറയുമ്പോൾ ഒന്നിലധികം നെറ്റ്വർക്കിംഗ് ആവശ്യങ്ങൾക്കും അടിയന്തര സമൂഹ അറിയിപ്പുകൾക്കുമായി രൂപകൽപ്പന ചെയ്ത ഒരു സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മുടെ സമയത്ത് ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. കാരണം ഇതിനകത്ത് ഞങ്ങൾക്ക് ധാരാളം AI മുതൽ കമ്പ്യൂട്ടറിനകത്ത് സ്പെഷ്യലൈസ് ചെയ്ത ധാരാളം വ്യക്തികളും പ്രഗത്ഭരായ ആൾക്കാർ നമ്മുടെ ടീമിൽ തന്നെ ഉണ്ട്. മൂന്നാമത് ഡിജിറ്റൽ ഫൊക്കാന പ്ലാറ്റ്ഫോം, അതായത് അംഗത്വ ആളുകൾ, ഓരോ അസോസിയേഷൻ്റെ അംഗത്വ മാനേജ്മെന്റ്, ഈവന്റ് ഏകോപനം, സമൂഹ വോട്ടിംഗ്, എല്ലാ ഫൊക്കാന അസോസിയേഷനും തടസ്സങ്ങളില്ലാത്ത ഏകീകരണം ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതാണ് മെയിൻ 3 കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചത്. അത് കൂടാതെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 7 പില്ലേഴ്സിൽ 7 തത്വങ്ങൾ അടിസ്ഥാനമായിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് വരുന്ന 2 കൊല്ലം. അതായത് ഒന്ന്, ലക്ഷ്യം. പെട്ടെന്ന് ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് യുവതലമുറയുടെ ശക്തീകരണം. എല്ലാവരും പറയുന്ന കാര്യമാണെങ്കിൽ അതുപോലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വടക്കേ അമേരിക്കയിൽ ഉടനീളം ഭാവിക്കൊരുങ്ങിയ സാംസ്കാരിക വേരുകളോട് ബന്ധപ്പെട്ട ഒരു മലയാളി യുവ സമൂഹത്തെ നമ്മൾ പടുത്തുയർത്തും. അതിനുവേണ്ടി ഫൊക്കാന യൂത്ത് കൗൺസിൽ, മലയാളം സംസ്കാര പഠന ആവാസ വ്യവസ്ഥ, യൂത്ത് മെന്ററിംഗ് ആൻഡ് നെറ്റ്വർക്ക്, കേരള US എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, നോർത്ത് അമേരിക്ക യുവജനോത്സവം, യൂത്ത് ഇന്നോവേഷൻ സ്റ്റാർട്ട് ചലഞ്ച്, ഇത്രയും പരിപാടികൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുമെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് എക്സ്പെർട്സ് ഉണ്ട്. വി വിൽ ഡു ദാറ്റ്. രണ്ടാമത്, നമ്മൾ മുതിർന്നവർക്കുള്ള പരിചരണം, അവരുടെ ക്ഷേമം, അവരുടെ കുടുംബങ്ങൾക്കും മുതിർന്നവർക്കും അന്തസ്സ്, പരിചരണം, പിന്തുണ സംവിധാനങ്ങൾ ഒരുക്കുക. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, സമയം കുറവ് കാരണം. അല്ലല്ല, ഈ നിങ്ങൾ ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു കൾച്ചറിന്റെ ഒരു ഇന്നോവേഷൻ ആണ് ഇവിടുത്തെ മലയാളി സംഘടനകൾ ഏറ്റെടുക്കേണ്ടത്. കാരണം നമ്മൾ ഇങ്ങോട്ട് മെർജ് ചെയ്യുമ്പോൾ, കാരണം മറ്റുള്ള ഈ നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റികളൊക്കെ ആണെങ്കിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ 100 ആൾക്കാരെ കണ്ടെത്തി സമൂഹത്തിന് പ്രയോജനം ചെയ്തിട്ടുള്ള ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ പ്രസന്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അത് ഇപ്പം ജുവൽസ് ഓഫ് ഗുജറാത്ത്, ജുവൽസ് ഓഫ് രാജസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ പല സംസ്ഥാനങ്ങളിലും അവരുടെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് അങ്ങനെ ചെയ്യുന്ന പബ്ലിക്കേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആ കാര്യത്തിലൊക്കെ വളരെ സ്ട്രോങ് ആണ്. അവരവരുടെ ഭാഷയ്ക്കും അവരുടെ സംസ്കാരത്തിനും കൊടുക്കുന്ന ഒരു പ്രാധാന്യം മലയാളികൾ അതിനകത്ത് കൊടുക്കുന്നില്ല. അത് ഇവിടുത്തെ ഈ പ്രധാനപ്പെട്ട സംഘടനകളുടെ ഒരു പരാജയമായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിനെയും കൂടെ കവറപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടികൾക്ക് നിങ്ങൾ നടപ്പാണ്? കാരണം നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ വളരെ മനോഹരമാണ്, പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാക്കണമെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് ആവശ്യമാണ്. കണിശമായിട്ട് നമ്മൾ ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഇലക്ഷന് വേണ്ടി മത്സരിക്കുന്ന ഒരു ടീമിനെ അല്ല നമ്മൾ എടുത്തേക്കുന്നത്. വളരെയധികം വിവിധ മേഖലകളിൽ വളരെ പ്രാവീണ്യമുള്ള ആൾക്കാർ നമ്മുടെ ടീം ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ തന്നെ ഓരോ നമുക്ക് മുമ്പേ പറഞ്ഞ മാതിരി നമ്മുടെ മലയാളത്തിൽ പലരും അംഗീകാരം ആൾക്ക് ആവശ്യമാണ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ പൊതുരംഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും ഭാവിയിലോട്ടെ. അപ്പോൾ കണിശമായിട്ട് അതിനുള്ള പദ്ധതികൾ നമ്മൾ പലതും ആവിഷ്കാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുള്ളി എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷേ നമ്മുടെ ഈ ഉണ്ടാക്കിയേക്കുന്ന നമ്മുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് തന്നെ നമ്മൾ തന്നെത്താൻ ഞങ്ങൾ 4 പേര് കുത്തിയിരുന്ന് ഉണ്ടാക്കിയ മാനിഫെസ്റ്റോ അല്ല. എല്ലാ അസോസിയേഷനിലും അതിന് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് നമ്മൾ അയച്ചു കൊടുത്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിച്ച് വാട്ട് ഡു എക്സ്പെക്ട് ഫ്രം us എന്ന് ചോദിച്ചതിന് ശേഷം അവരുടെ ഫീഡ്ബാക്കിന് ബേസ് ഉണ്ടാക്കിയിരുന്ന ഒരു മാനിഫെസ്റ്റോ. അതുകൊണ്ട് മിക്കവാറും കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഈ സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും. യുവജനങ്ങൾ ശക്തീകരണവും സമൂഹം, പിന്നെ സംസ്കാരം, സ്വത്വം, കരിയർ ആൻഡ് ബിസിനസ്, സാമ്പത്തിക വളർച്ച. നാലാമത്തേത് വനിതാ ശക്തിവൽക്കരണം നമ്മുടെ ഒരു മെയിൻ പരിപാടികളാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കുട്ടികളുടെ യുവാക്കളുടെയും ശരിക്കും നമ്മൾ ഈ കുട്ടികളിൽ തുടങ്ങണമെന്ന് പറയുന്നത് യുവജനങ്ങളാണ് നമ്മുടെ ഈ ഇവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അവർ നമ്മുടെ സംസ്കാരം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റിക്ക് അതിനകത്തൊരു വലിയൊരു ബാരിക്കേഡ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഒരു പ്രധാന ചലഞ്ച് എന്ന് പറയുന്നത് ഈ സാമ്പത്തികം തന്നെയായിരിക്കും. ഫൈനാൻസ് കണ്ടെത്തുക, അല്ലെ സ്പോൺസർഷിപ്പ് കണ്ടെത്തുക എന്നുള്ളത്. കാരണം അത് ആക്ച്വലി നമ്മൾ ഈ കടലിന്റെ നടുക്കാണ് കിടക്കുന്നത്. നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ്. സാധാരണ ആവറേജ് അമേരിക്കക്കാരുടെ ഇൻകത്തെക്കാളും ഇരട്ടി ഇൻകം ഉള്ളവരാണ് ഇന്ത്യക്കാര്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികളും അതിന്റെ ഭാഗമാണ്. അവിടെ ആ ഒരു ചലഞ്ചസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ അത് തീർത്തില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ ടീം എത്ര എക്സ്പീരിയൻസ് ഉള്ളത്? നിങ്ങൾ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഫൊക്കാനയ്ക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങളുടെ ടീമിലുള്ള ആൾക്കാരും ആ ഒരു പരിചയ സമ്പന്നതയുള്ള ഒരു ഫുൾ ടീമാണോ? പരിചയസമ്പന്നമുള്ള ടീമാണ്. പരിചയസമ്പന്നരും പുതിയതായ ആൾക്കാരും. പരിചയസമ്പന്നം എന്ന് പറയുമ്പോൾ ഇപ്പോൾ AI ഫീൽഡിൽ പരിചയസമ്പന്നം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര നാളെ ആയിട്ടുള്ളൂ AI ഡെവലപ്പ് ആയിട്ട് 2-3 വർഷം. അപ്പോൾ AIക്കകത്ത് പുസ്തകം എഴുതിയ മലയാളം നമ്മുടെ കേരള സഭയിൽ പോയിട്ട് മലയാളത്തിൽ AI എന്താണെന്നും AIയുടെ നേട്ടങ്ങൾ എന്താണെന്നും കോട്ടങ്ങൾ എന്താണെന്നും പറഞ്ഞ പുസ്തകങ്ങൾ എഴുതിയ ആളുകൾ വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സോണി എന്നാണ് പേര്, പറഞ്ഞ മടിയില്ല, സോണി അമ്പൂക്കൻ. അപ്പം അങ്ങനെയുള്ള ആ വിധത്തിലുള്ള ആൾക്കാർ, ഇവിടുത്തെ വലിയ വലിയ IT കമ്പനികളുടെ ഹെഡിലിരിക്കുന്ന ആൾക്കാർ, ഈ പറയുന്ന അതുപോലെ എക്സ്പീരിയൻസ് ആണ്. രാഷ്ട്രീയമായിട്ട് സാമൂഹികമായിട്ട് എല്ലാം തന്നെ മുൻപന്തി നിൽക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി തന്നെ വർഷങ്ങളായിട്ട് ഫൊക്കാനയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ട്രഷറർ അതുപോലെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഒപ്പം തന്നെയാണ്. അതുപോലെ നമ്മുടെ കാനഡയിൽ നിന്ന് മത്സരിക്കുന്ന ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് ജോസി എന്ന് പറയുന്ന ആളാണെങ്കിലും ഓരോരുത്തരും അവരുടെ മേഖലകൾ വളരെ വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും ചെയ്യാനും. എനിക്ക് തോന്നുന്നു സാമ്പത്തികം എന്ന് പറയുന്ന ഒരു നല്ല കാര്യത്തിൽ നമ്മൾ അമേരിക്കയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാമ്പത്തിക ഒരു തടസ്സമാവത്തില്ല.
വി ക്യാൻ ഡു. ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയുന്ന മാതിരി നമ്മൾ കണിശമായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ. ആ ഒരു ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനത് പറയാൻ കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത തലമുറയ്ക്ക് നമ്മൾ വലിയൊരു വിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത തലമുറ 2026-28 അതിനപ്പുറത്തേക്കും ഫൊക്കാന ദൃഷ്ടിയോടെ ഒരു കൺവെൻഷൻ കേന്ദ്രീകൃത മോഡലിൽ നിന്ന് വടക്കേ അമേരിക്കയിലെ മലയാളി ഡയസ്പോറയുടെ എല്ലാ തലമുറകൾക്കും സേവനം ചെയ്യുന്ന ഒരു ചലനാത്മക വർഷം മുഴുവൻ ആവാസ വ്യവസ്ഥയിലേക്ക് സംഘടനയെ പരിവർത്തനം ചെയ്യാൻ ഇന്ന് പറയുന്ന തന്ത്രപരമായ സംരംഭങ്ങൾക്കാണ് നമ്മൾ എയിം ചെയ്യുന്നത് തന്നെ. അതിനകത്ത് ഫൊക്കാന ഫ്യൂച്ചർ ലീഡേഴ്സ് അക്കാഡമി എന്നൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, യുവ പ്രൊഫഷണൽ എന്നിവർക്കുള്ള ഒരു ഘടനാ ബന്ധ നേതൃത്വ വികസന പരിപാടി. പ്രോഗ്രാമുകൾ ഉൾക്കൊള്ളുന്നത് പൊതുപ്രസംഗം, പൗര നേതൃത്വം, സംരംഭത്വവും നവീകരണവും, രാഷ്ട്രീയ അവബോധം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട് ഒരു സിവിക് ഫ്യൂച്ചർ ലീഡേഴ്സ് അക്കാഡമി നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഫലമെന്ന് പറയുന്നത് ഭാവിയിലെ ഫൊക്കാനയുടെ പ്രസിഡന്റുമാർ, ബോർഡ് അംഗങ്ങൾ, സംരംഭകർ, തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവരൊക്കെ തന്നെ സമൂഹത്തിലെ ഏറ്റവും നല്ല ആളുകളായിട്ട് പ്രക്ഷോഭിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഞാൻ മുമ്പേ പറഞ്ഞു എൻ്റെ ടീം ഇൻറ്റഗ്രിറ്റി എന്നാണ്. അതിനകത്ത് 10 പേര് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുള്ള അംഗങ്ങളുടെ പേര് മാത്രം ഞാനൊന്ന് പെട്ടെന്ന് സൂചിപ്പിച്ചു പോകാം. കാരണം ഇതിലൊരു ഇതായതുകൊണ്ട്, നമ്മളൊരു ഡിസ്കഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായിട്ട് പ്രധാനമായിട്ട് മത്സരിക്കുന്നത് ഫിലിപ്പോസ് ഫിലിപ്പ് ന്യൂയോർക്കിൽ നിന്ന് മത്സരിക്കുന്നു. ട്രഷററായിട്ട് മത്സരിക്കുന്നത് ആൻഡോ വർക്കി വെസ്റ്റ്ചെസ്റ്ററിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്നും. സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്ന സന്തോഷ് നായർ ഷിക്കാഗോയിൽ നിന്ന് മത്സരിക്കുന്നു. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ലിൻഡോ ജോളി ഫ്ലോറിഡയിൽ നിന്ന് മത്സരിക്കുന്നു. വൈസ് പ്രസിഡന്റായിട്ട് മത്സരിക്കുന്ന ജോസ് കാരക്കാട്ട് മത്സരിക്കുന്നു ടൊറോണ്ടോയിൽ നിന്നും, കാനഡയിൽ നിന്നും മത്സരിക്കുന്നു. അതുകൂടാതെ ടൊറോണ്ടോയിൽ അത് കഴിഞ്ഞിട്ട് അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് മത്സരിക്കുന്നത് നമ്മുടെ ഞാൻ സൂചിപ്പിച്ച സോണി അമ്പൂക്കൻ കണക്റ്റിക്കട്ടിൽ നിന്ന് മത്സരിക്കുന്നു. അസോസിയേറ്റ് ട്രഷററായിട്ട് അപ്പക്കുട്ടൻ പിള്ളൈ ന്യൂയോർക്കിൽ നിന്ന് മത്സരിക്കുന്നു. അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ട് അജു ഉമ്മൻ ന്യൂയോർക്കിൽ നിന്ന് മത്സരിക്കുന്നു. അഡീഷണൽ അസോസിയേറ്റ് ട്രഷററായിട്ട് ഫ്ലോറിഡയിൽ നിന്നും നമ്മുടെ ഗ്രേസ് മറിയ ജോസഫ് മത്സരിക്കുന്നു. വിമൻസ് ഫോറം ചെയറായിട്ട് ന്യൂജേഴ്സിയിൽ നിന്നും ഷൈനി രാജു മത്സരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട 10 സ്ഥാനാർത്ഥികൾ. ഇവരോടൊപ്പം 15 പേര് നാഷണൽ കമ്മിറ്റിയിലോട്ടും 2 പേര് ബോർഡ് ഓഫ് ട്രസ്റ്റിയിലോട്ടും 5 പേര് യൂത്ത് കമ്മിറ്റിയിലോട്ടും മത്സരിക്കുന്നുണ്ട്. ഇവരെ എല്ലാവരെയും വിജയിപ്പിച്ച് ഞങ്ങളുടെ ടീമിനെ ഫൊക്കാനയുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ കോട്ട് ഞങ്ങളെ വിജയിപ്പിക്കണം. ഫൊക്കാന ഞങ്ങളുടെ കൈകളിൽ ഭദ്രമായിരിക്കും. ഫൊക്കാനെ എതിർക്കുന്നവരെയല്ല, ഫൊക്കാനെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി നിർത്തിക്കൊണ്ടും ഈ ഇന്റർവ്യൂവിന് അവസരം ഉണ്ടാക്കി ബഹുമാനപ്പെട്ട ജിൻസ്മോനോടുള്ള പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുകയാണ്. എന്താണെങ്കിലും നിങ്ങൾ പ്രഖ്യാപിച്ച നിങ്ങളുടെ ഈ ആശയം അടുത്ത 2026-28 വർഷത്തില് നല്ല പ്രവർത്തനങ്ങൾ വിജയിച്ചു വരാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സർ, താങ്ക് യു സോ മച്ച്. ഇത്രയുള്ള കാര്യം വേണമെങ്കിൽ തൻ്റെ പപ്പയും മമ്മിയും ഇങ്ങോട്ട് വരും. അവരുടെ പ്രശ്നങ്ങൾ ഇവരെ ഏൽപ്പിച്ചാൽ മതി. സാംസി എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്, അസിസ്റ്റൻസ്, മാനേജ്മെന്റ്, കെയർ. ഇപ്പോൾ നാട്ടിലുള്ള സ്ഥലത്തിന് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്ന് കരുതുക, ഇവർ ക്ലിയർ ചെയ്ത് തരും. ബിസിനസ് തുടങ്ങണോ, കൃഷി ഇറക്കണോ, വീടും സ്ഥലവും വൃത്തിയാക്കണോ, ഇനി അതല്ല പുതിയൊരു വീട് വാങ്ങി വാടകയ്ക്ക് കൊടുക്കണോ, ഇനി ഉള്ള വീട് സ്ഥലവും വിറ്റ് പുതിയത് വാങ്ങിക്കണോ, ഇങ്ങനെയുള്ള ഒരു പ്രവാസിയുടെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരമാണ് സാംസി. സാംസി 360.comന്റെ സേവനങ്ങൾക്ക് പരിധിയില്ല. വസ്തു വാങ്ങുവാനും വിൽക്കുവാനും വാടകയ്ക്ക് നൽകുവാനും സാംസിക്ക് കഴിയും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുടെ 24/7 കസ്റ്റമർ കെയർ സർവീസിൽ വിളിക്കുക. സാംസി 360.com, പ്രവാസികളുടെ സുഹൃത്ത്. ഇനി ടെൻഷനോട് ഗുഡ് ബൈ.